ജയസാധ്യത പി കെ നവാസ് താനൂർ തിരിച്ചുപിടിക്കുകയാണ് മുസ്ലിം ലീഗ് പോയതോടുകൂടി ഉറപ്പായ കാര്യമാണ്. അതൊരു ഹോട്ട് സീറ്റ് ആണെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് തവനൂരാണ്. കെ ടി ജലീൽ പരാജയപ്പെട്ടേക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം പാതി മീശ പഠിക്കും മുട്ടയടിക്കും എന്നാണ് ജലീലിന്റെ വെല്ലുവിളി. അല്ല, അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് പിന്നെ ഏത് സീറ്റാണ്? പൊന്നാനി മാത്രമാണ് ഇനി സംശയിക്കാനുള്ളത്. പൊന്നാനി മാത്രം അല്ലേ? അല്ല, അങ്ങനെ വരൂ. 16-ൽ 15 പൊന്നാനി മാത്രമേ സ്പ്രെഡ് ആവുന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. ആ മലപ്പുറത്ത് തവനൂരിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറയുന്നത് 16-ൽ 15 ഒരു സംശയം വേണ്ട. പൊന്നാനി LDF ഉറപ്പിക്കുമോ? പൊന്നാനി ജയിക്കുമെങ്കിൽ ഞാൻ കരുതുന്നത് മലപ്പുറം ജില്ല കംപ്ലീറ്റ് UDF-ലേക്ക് ആവുന്നതാണ്. പോസിബിൾ അതാ പറഞ്ഞത്. പോകുമെങ്കിൽ പൊന്നാനിയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് UDF-ന് അനുകൂലമാണ്. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ UDF-ന് അനുകൂലമാണ് പൊന്നാനി. അത് KP നൗഷാദ് അലി ഒരുപക്ഷെ അല്ലെ ഒരു വലിയ വിജയം, ഗംഭീരമായിട്ടുള്ള ഒരു തരിയുമില്ല കനലുമില്ല, കനൽ തരിയുമില്ല. എന്തിന്? ഒരു പൂട പോലും ഉണ്ടാകില്ല മലപ്പുറത്ത്. 16-ൽ 16 തൂത്ത് വാരാൻ പോവുകയാണ്. ആനമൊട്ടയായിരിക്കും, ആനമൊട്ട. മനസ്സിലായില്ലേ? ആനമൊട്ട. CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ LDF-ന്റെ സ്ഥാനാർത്ഥികളൊക്കെ സ്വതന്ത്രരാ. എല്ലാവരും സ്വതന്ത്രരെ അങ്ങനെ കെട്ടിയിറക്കുന്ന ഒരു ശീലം അത് മലപ്പുറം ജില്ലയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഇവരുടെ സ്ഥാനാർത്ഥികൾ, ഇവൻ ഈ പറയുന്ന എരപ്പൻ ജലീലടക്കം സ്വതന്ത്രനാ. മനസ്സിലായില്ലേ? അപ്പൊ എന്താണെങ്കിലും താനൂരും തവനൂരും പൊന്നാനിയും തൂക്കും. മനസ്സിലായില്ലേ? 16-ൽ 16 എരപ്പന്റെ ടീം. ഇപ്പൊ അതൊന്നല്ലേ എനിക്ക് വലിയ ഈ സൈബർ അടിമകളുടെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരിക. സൈബർ അടിമകളെ നമ്മളെ വേങ്ങരയിൽ KM ഷാജിക്ക് എതിരെ ഒരു സബാഹ് കുണ്ടുപുഴക്കല്, സബാഹ് മറ്റേ AI ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് സബാഹ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? എവിടെ? നിയമസഭകത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഈ സബാഹിനെ പിന്തുണച്ച SDP സ്ഥാനാർത്ഥിയായ സബാഹിനെ പിന്തുണച്ച LDF-ന് പോലും മത്സരം ഉണ്ടാകും, വോട്ട് പിടിക്കുന്നൊക്കെയാണ് അവരെ കണക്ക് കൂട്ടല്. വിജയിക്കുമെന്ന് ഇപ്പോഴും അവരുടെ കണക്ക് കൂട്ടലില്ല. മനസ്സിലായില്ലേ? എന്നാലോ ഈ അടിമകൾ എന്തൊക്കെയാണ്? MLA ബോർഡ് വെച്ച കാറിൽ സബാഹ് വരുന്നു, സബാഹ് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്തല്ലേ ഇതൊക്കെ സ്വപ്നം കാണാം. ഇപ്പൊ ഉള്ള കാലമായതുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് സ്വപ്നം കാണാം. സബാഹിന് വേണമെങ്കിൽ ആ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒരു കോപ്പി എടുത്തിട്ട് ചില്ലിട്ടിട്ട് വീട്ടില് മുമ്പിൽ തന്നെ തൂക്കി വെക്കാം. എന്നിട്ട് പേരക്കുട്ടികളൊക്കെ വളർന്നു വരുമ്പോ പറയാം, ഞാൻ 2026-ൽ വേങ്ങരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ഞാൻ കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിനിധിയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? ജനങ്ങളെ പൊട്ടന്മാരാക്കാം. തൽക്കാലം മെയ് 4 വരെ സഖാക്കള് തൽക്കാലം എന്ത് സ്വപ്നം വേണമെങ്കിലും കണ്ടോ. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആനമൊട്ടയാണ് സഖാക്കളെ. ആനമൊട്ട എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ആനമൊട്ട. അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? തവനൂരും തോക്കും. ജലീൽ പറഞ്ഞ വാക്കിന് വിലയുള്ള, എൻ്റെ വാക്ക് ഒരു വിലയില്ലാത്തതാണ്. ഇനി ജലീലിനെ തന്നെ തോന്നിയിട്ട് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ പാതി മീശയും തലമുണ്ടനും ഒക്കെ ചെയ്തിട്ട് നടക്കേണ്ടി വരും ജലീൽ. ഇപ്പൊ ഇത് കഴിയുമ്പോൾ ഞാനത് പറഞ്ഞിട്ടില്ലാന്നോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലാന്നോ, അല്ലെങ്കിൽ ഞാൻ ജയിച്ചാൽ ചിലപ്പോൾ തല മൊട്ടയടിക്കും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ജലീൽ പറയുമായിരിക്കും. എന്താണെങ്കിലും എരപ്പൻ ചെയ്താലും ഇല്ലെങ്കിലും ശരി, എരപ്പൻ ഇത്തവണ നിയമസഭ കാണില്ല. എരപ്പൻ 16-ൽ 16 മലപ്പുറത്ത് UDF തൂക്കും. അതില് തവനൂരില്, പൊന്നാനിയില്, നിലമ്പൂരില് ഇത്രയും ഇടങ്ങളിലാണ് ആര് മത്സരിക്കുന്നത്? കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി 13-ഇടത്തും ലീഗ് മത്സരിക്കുന്നുണ്ട്.
ഈ പറയുന്ന 16-ൽ 16 പൊന്നാനിയിലും തൂക്കും. ക്ലീൻ സ്വൈപ്പ് എന്ന് പറയുന്ന പോലെ തുടച്ചങ്ങോട്ട് കൊണ്ടുപോകുക. ഒരു തരി പോലും എവിടെയും ബാക്കിയാക്കാണ്ട്. എന്തിന് തരി? പൂടല്ലേ ഈ പൂട, അതുപോലും ബാക്കിയാക്കാതെ തുടച്ചങ്ങ് നീക്കും എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇപ്പോ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോ എനിക്ക് ഒരു ചിരി വരുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ വലിയ സങ്കടമുണ്ട്. കാരണം ഇപ്പൊ മുഹമ്മദ് റിയാസിന്റെ ചില വാക്കുകൾ കേട്ടു. അതുപോലെ ഇന്നലെ അശ്ലീലം റഹീം ഡബിളെ അതന്നെ ഡബിളെ എന്ന് പറഞ്ഞാൽ അറിയാലോ, വട്ടത്തിലുള്ള എ ആണിത്, ഡബിളെ, അതാണ് അശ്ലീലം റഹീം. ഈ അശ്ലീല റഹീം ഇന്നലെ ഫേസ്ബുക്കില് ഈ എക്സിറ്റ് പോള് ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. എന്താണ്? 2021 തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് BRM ഷഫീറും അതുപോലെ വർക്കലയിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി 2 പേര് വിജയിക്കുമെന്നുള്ള ഒരു എക്സിറ്റ് പോള് ഫലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടിന്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതാണ് എക്സിറ്റ് പോള് ഫലം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, എവിടെ എത്തി നിൽക്കുകയാണ് എന്നെ മനസ്സിലായില്ലേ? ഈ ക്യാപ്സൂൾ ഇറക്കാനേ ഇപ്പൊ 2021 എക്സിറ്റ് പോള് ഫലങ്ങളിൽ തെറ്റിയത് ആ 2 മാത്രമാണ് എന്ന് പറഞ്ഞാൽ 140-ൽ 2 മാത്രമാണ് തെറ്റിയത്. അപ്പോ ആ തെറ്റിയ 2 എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തിനാ പറയുന്നത്? ഇതൊന്നല്ല, ഈ എക്സിറ്റ് പോള് ഫലങ്ങളൊന്നല്ല വരാൻ പോകുന്നത്. മെയ് 4-ന് മറിച്ചൊന്നാണ്. ശരിയാണ്, മെയ് 4-ന് മറിച്ചൊന്നാണ് വരാൻ പോകുന്നത്. എക്സിറ്റ് പോള് ഫലങ്ങളിൽ പറയും പോലെ 70 മുതൽ 80 വരെ, അല്ലെങ്കിൽ 80 മുതൽ 90 വരെ എന്നൊക്കെയുള്ള ആ ഫിഗറിലേക്കല്ല UDF നടന്നു കയറാൻ പോകുന്നത്. UDF നടന്നു കയറാൻ പോകുന്നത് 100+ എന്ന് VD സതീശൻ പറഞ്ഞ ആ ഫിഗറിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അന്തംഗമ്മ അടിമകൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? തൽക്കാലം നിങ്ങള് ഇപ്പൊ ഇന്ന് 30 1, 2, 3, 4 ഒരു 4 ദിവസം കൂടി നിങ്ങൾ തൽക്കാലം സ്വപ്നം കാണി. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്തായിക്കോ, നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോ AIയോ MLA കാറിൽ ബോർഡ് വെച്ച കാറിൽ വരുന്നതോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉണ്ടായിക്കോ. തൽക്കാലം ഇപ്പൊ അതേ നിർവാഹമുള്ളൂ. 4-ാം തീയതി കഴിയുമ്പോ ഈ AI ഉണ്ടാക്കലും ഈ സ്വപ്നം കാണലും പോലും നടക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? അപ്പോ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോ ഈ താനൂരിൽ നിന്ന് എന്തുകൊണ്ടാണ് മാമൻ ഓടിയത്? മാമൻ ഓടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഓട്ടായിരുന്നില്ലേ? കളി തുടങ്ങാൻ വേണ്ടി വിസിലടിച്ചു ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ കളിക്കളത്തിൽ ഇറങ്ങുകയും ചെയ്തു. മനസ്സിലായില്ലേ? എന്നാൽ മാമൻ ഇറങ്ങുന്നില്ല, അങ്ങോട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ല. ബൂട്ട് മാത്രം കെട്ടുന്നില്ല, ജേഴ്സിയൊക്കെ ഇട്ടിട്ടുണ്ട്. മാമന് വേണ്ടി പ്ലക്കാർഡുകൾ വന്നു, ബാനർ വന്നു, ചുവരെഴുത്തുകൾ വന്നു, ഒക്കെ വന്നു. എന്നിട്ടും മാമൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ല. മാമൻ പറഞ്ഞു, ഈ ഗ്രൗണ്ട് എനിക്ക് ശരിയാവൂല, ഈ ഗ്രൗണ്ട് ഇത് ശരിയില്ല, ഇത് ക്വാളിറ്റി ഇല്ല, ഈ ഗ്രൗണ്ട് പോരാ, ഗ്രൗണ്ടിനാണ് കുറ്റം. മാമൻ ഓടി. മാമൻ താനൂരിൽ നിന്ന് ഓടി മാമൻ തിരൂരിലേക്ക്. എന്ത് ഭയന്നിട്ടാണോ മാമൻ ഓടിയത്? മാമന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നോ ഭയം, അത് തന്നെയാണ് തിരൂരിലും സംഭവിക്കാൻ പോകുന്നത്. ആ ഭയം മാമനെ വല്ലാതെ വേട്ടയാടും. ഇനിയിപ്പോ ഞാൻ ആലോചിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഇനി മാമൻ എങ്ങോട്ടോടും എന്നുള്ളതാണ്. തോൽവി ഭയന്നിട്ട് താനൂരിൽ നിന്ന് ഓടിയ മാമൻ തിരൂരിൽ 8 നിലയിൽ പരാജയപ്പെട്ട് കഴിയുമ്പോ മാമൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ആലോചന. കാരണം കിടന്നാ ഉറക്കം വരുമോ? ഈ തോൽക്കുമെന്നുള്ള ഭയത്തിലാണല്ലോ താനൂരിൽ നിന്ന് ഓടിയത്. അപ്പോ തിരൂരിലും കൂടി തോറ്റാ കിടന്നാ ഉറങ്ങാൻ കഴിയോ? ഇനി ഉറക്ക ഗുളിക പോലും കഴിച്ചാൽ പോലും ഉറങ്ങാൻ കഴിയോ? വല്ലാത്തൊരു ഗതികേടാവുമല്ലോ ഇപ്പൊ ഇത്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യന് രാത്രി കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് പോകുന്നത്? അപ്പൊ മാമന്റെ ഒരു ഗതികേട് നോക്കൂ നിങ്ങള്. പിന്നെ വേറൊരാളിപ്പോ ഭൂട്ടാനിൽ പോയിരിക്കുക മൂപ്പര്. എല്ലാം റെഡിയാകും 4-ാം തീയതി. ഈ പറയുന്ന തവനൂര്, താനൂര്, തിരൂര്, തിരൂരങ്ങാടി, പൊന്നാനി, മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, വേങ്ങര, വള്ളിക്കുന്ന്, മങ്കട, പെരിന്തൽമണ്ണ, നിലമ്പൂര് എന്ന് വേണ്ട എല്ലാം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് തൂത്ത് ഇങ്ങോട്ട് ഭാര്യയാണ് മലപ്പുറത്ത്.
16 ഔട്ട് ഓഫ് 16 എന്നുള്ള ലെവലിലേക്ക് UDF എത്തും എന്നുള്ള കാര്യത്തില് അടിമകളെ, നിങ്ങളൊരു അവസ്ഥ നോക്കി. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഒരു കാര്യം എന്താ പറയുന്നത്, അധികാരത്തിലേക്ക് UDF തന്നെയാണ് അല്ലേ? പക്ഷേ ഫലം എന്താകും? ഫലം അത് തന്നെയാണ്, UDF തന്നെ അധികാരത്തിലേക്ക്. പക്ഷെ വേറെ ഒന്നാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ വരാൻ പോകുന്ന ഫിഗറുകള്, ഈ നമ്പറുകള്, അത് എക്സിറ്റ് പോളുകൾ പറഞ്ഞതല്ല, മറിച്ച് അത് എക്സിറ്റ് പോൾ പറഞ്ഞതാ. ഏത് എക്സിറ്റ് പോൾ പറഞ്ഞത്? അത് സതീശന്റെ സർവേ പറഞ്ഞത്. വിരി സതീശൻ, വടശ്ശേരി ദാമോദരൻ സതീശൻ പറഞ്ഞ 100+ എന്ന് പറയുന്ന ഫിഗറിലേക്കാണ് പോകാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ആ 100+ എന്നിലേക്ക് മലപ്പുറത്ത് നിന്ന് 16 ഔട്ട് ഓഫ് 16 VD സതീശന്. ഈ 16 ഔട്ട് ഓഫ് 16 മലപ്പുറത്ത് നിന്ന് വരുമ്പോ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ 16 സതീശന് വേണ്ടി കൈപൊക്കാനുള്ള ആളുകളായിരിക്കും നിയമസഭയില്. ആ 16ഉം സതീശന് വേണ്ടി കൈപൊക്കാനുള്ള ആളുകളാ. 16 മലപ്പുറത്ത് നിന്ന്, മലപ്പുറത്തിന്റെ ഒരു സംഭാവന സതീശന് വേണ്ടി കൈപൊക്കാൻ 16 പേരെ മലപ്പുറത്ത് നിന്ന് പറഞ്ഞു വിടുകയാണ് മലപ്പുറം എന്ന് പറയുന്ന നാട്. തരിയുമില്ല, കനലുമില്ല, കനൽ തരിയുമില്ല, പൂടയില്ല, ഒരു ഒലക്കയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല, എല്ലാം തവിട് പൊടി, കുതാവഹ. എന്തൊക്കെയായിരുന്നു AK-47 മെഷീൻ ഗണ്ണ്, ഒലക്കയുടെ മൂട്, എല്ലാം സ്വാഹ. ഈ പറയുന്ന ഇനി വേണ്ടത് എന്താന്ന് വെച്ചാല്, ജലീലിനെ പോലെയുള്ള എരപ്പന്മാരുടെ വാക്കുകൾക്ക്, നിങ്ങളുടെ സംസാരങ്ങൾക്ക് എന്തെങ്കിലും കീറച്ചാക്കിന്റെ വിലയുണ്ടെങ്കിൽ ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ ഒന്നങ്ങ് ഏറ്റെടുക്കണം. അതാ വേണ്ടത്. ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടല്ലോ, വീരവാദങ്ങൾ, അവകാശവാദങ്ങൾ, മനസ്സിലായില്ലേ? രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാല് അവിടെയും കാണിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. രാഷ്ട്രീയമാണ് എന്ന് കരുതിയിട്ട് ഒരു മര്യാദയും ഇല്ലാതെ അങ്ങനൊന്നല്ല. മര്യാദകളൊക്കെ എല്ലായിടത്തും കാണിക്കേണ്ടതാ. അത് ജീവിതത്തിൽ ഉടനീളം കാണിക്കേണ്ടതാ. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും കാണിക്കണം. മനസ്സിലായില്ലേ? ഇതൊന്നുമില്ലാതെ വീരവാദങ്ങളും വെല്ലുവിളികളും അവകാശവാദങ്ങളും പരിഹാസങ്ങളുമായി ഇറങ്ങിയ എരപ്പൻ ജലീലിനെ പോലെയുള്ളവര് പറ്റുമെങ്കിൽ ആ വാക്കുകൾക്ക് വിലയുണ്ട് എന്നുള്ളതെങ്കിലും ജനത്തോട് കാണിക്കണം. എന്തിനാണെന്നറിയോ? അങ്ങനെ കാണിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പെങ്കിലും ഇവന്റെ വാക്കിന് വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 4 വോട്ട് കിട്ടും. മനസ്സിലായില്ലേ? അതെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്കത ഉണ്ടാകണം. അത്രേ പറയുന്നുള്ളൂ. എന്താണെങ്കിലും ഇപ്രാവശ്യം മലപ്പുറം തൂത്തുവാരുകയാണ് UDF. 16 ഔട്ട് ഓഫ് 16, 16 ഔട്ട് ഓഫ് 16 ക്ലീൻ സ്വൈപ്പ് അങ്ങ് തുടച്ച് നീക്കി കൊണ്ടുപോകുകയാ. സഖാക്കൾ കുറച്ചധികം കുരുപൊട്ടും. മനസ്സിലായില്ലേ? മലപ്പുറത്തിനെതിരെ ഇനി പല അധിക്ഷേപങ്ങളും വരും. എന്തൊക്കെ വന്നാലും പ്രതിരോധിക്കാൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധരാണ്. പ്രതിരോധിക്കേണ്ട രീതിയിൽ തന്നെ പ്രതിരോധിക്കും. അത് ഏതിനി തലതൊട്ടപ്പനാണെങ്കിലും ശരി.